സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകപ്രേമിയാണോ നിങ്ങൾ? എന്നിട്ടും മലയാളത്തിൽ ഒരുപാട് അന്വേഷിച്ചിട്ടും നല്ല സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വിഷമിക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നിയ 3 സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തേത് മായാകിരൺ എഴുതിയ പ്ലാനറ്റ് 9. ഒരു ബയോ സ്പേസ് വാർ കേന്ദ്രീകൃതമായിട്ട് വരുന്ന പുസ്തകമാണിത്. ഒരു ഏലിയൻ സൊസൈറ്റിയെ കുറിച്ചും അതുപോലെ നമുക്ക് പരിചിതമായിട്ടുള്ള ഇസ്രോ, നാസ, സ്പേസ് എക്സ് ഇങ്ങനെയുള്ള ചില സംഘടനകളെ കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. രണ്ടാമത്തെ പുസ്തകം മാനവപ്പിറവി, ആസിഫ് എഴുതിയ മാനവപ്പിറവിയാണ്. ഇത് അത്യാധുനിക AI റോബോട്ടുകൾ മാത്രമുള്ള ഒരു ലോകത്ത് കാലങ്ങൾക്ക് ശേഷം ജനിക്കുന്ന നൂഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. ഇതും എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ പുസ്തകമാണ്. മൂന്നാമത്തെ പുസ്തകം ന്യൂറോ ഏരിയ, ശിവൻ എടമന എഴുതിയ ന്യൂറോ ഏരിയ. ഇത് ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഒരു മെഡിക്കൽ കോളേജ് ബേസ് ചെയ്ത് വരുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. എന്നിട്ടും സയൻസ് ഫിക്ഷൻ എന്നുള്ള ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ കാരണം ഇതിൽ ന്യൂറോ ഏരിയ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഏരിയയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾ നടക്കുന്ന ഹോസ്പിറ്റലിൽ ആ ഏരിയ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവുകയല്ല, അവിടെ എന്ത് റിസർച്ചാണ് നടക്കുന്നത്, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതും കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ശാസ്ത്രമേഖലയെക്കുറിച്ച് വളരെയധികം വിശദാംശങ്ങൾ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം സയൻസ് ഫിക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു ത്രില്ലർ ഇഷ്ടപ്പെടുന്ന പലരും ഈ പുസ്തകം ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആദ്യം പറഞ്ഞ മറ്റു 2 പുസ്തകങ്ങളും അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാനവപ്പിറവിയും അതുപോലെ പ്ലാനറ്റ് 9. എന്നാൽ സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 2 പുസ്തകങ്ങളാണ്. ഈ 2 പുസ്തകങ്ങളിലും നമുക്ക് പരിചിതമല്ലാത്ത കുറച്ചധികം കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ തുടക്കം നമുക്ക് കുറച്ച് ലാഗായിട്ടും അതുപോലെ മടുപ്പിക്കുന്നതായിട്ടും ഒക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. എന്നൊരു 40-50 പേജ് വരെയൊക്കെ ഒരുപക്ഷെ ആ മടുപ്പ് പോയിന്ന് വരാം. അതിനുശേഷം നമ്മൾ ആ ഒരു സാഹചര്യങ്ങളുമായിട്ടൊന്ന് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര എൻഗേജിങ് ആയിട്ട് നിർത്താതെ വായിച്ചു പോകാൻ വേണ്ടിയിട്ട് തോന്നിപ്പിക്കുന്ന 2 പുസ്തകങ്ങളാണ്. അപ്പോൾ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന ജോണർ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി ഇതല്ലാതെ നിങ്ങൾ വായിച്ചിട്ടുള്ള സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഇനി ഈ 3 പുസ്തകങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഓൾറെഡി ഞാൻ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പേജിൽ നോക്കിയാൽ മതി. താങ്ക്